പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഈ വോട്ട് മോഷണം അത് സ്വാഭാവികമായിട്ടും SIR നമ്മൾ SIR കുറിച്ച് നമ്മുടെ സമീപനം എക്സ്ക്ലൂഷൻ ആയിരുന്നു, ഒഴിവാക്കലായിരുന്നു. പക്ഷെ കേരളം നോക്കുമ്പോ അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോ അതിൽ വലതുപക്ഷത്തിന്റെ വല്ലാത്ത വോട്ടുകൾ വന്നിട്ടുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? SIR സന്ദർഭത്തിൽ ആ രാഷ്ട്രീയ ഗൗരവത്തോടെ ഇടപെടുന്നതിൽ സംഘടനാപരമായ കുറവുകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. വെള്ളപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. പിന്നെ ഒരു പ്രശ്നം, ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. ഇനി വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. കേമോ എന്ന് പറഞ്ഞാ പോരാ, തോൽവിയുടെ പടുകുഴി. ഇതിനൊരു അവസാനമില്ലേ? പിന്നെ അവസാന 5 വർഷത്തിൽ കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല പരാജയം വന്നിട്ടും പാർട്ടി എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ള തെറ്റാണ്. പരിശോധിച്ചു. എന്നിട്ട് മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷെ ഈ വികസനവും അതിന്റെ ഭാഗമായി മിക്കവാറും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കും. അതെ, നല്ല വികസനമാണ് നടത്തിയത്. അതാണ് തോറ്റ് തുന്നം പാടിയത്. നേതൃത്വത്തിനും ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നമുക്കത് മറികടക്കാൻ കഴിയാതെ പോയി. നേരല്ലേ, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവില്ലേ? ശ്രമങ്ങൾ വന്നെങ്കിലും മറികടക്കാൻ കഴിയാതെ പോയി എന്നാണ് കണ്ടിട്ടുള്ളത്. ഒരു മര്യാദ വേണ്ടേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.